ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വലിയ നോയമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടു കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ യേശു നമ്മോട് കൽപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ വഴി അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഒരാഴ്ച പിന്നിട്ടു, സ്വയം ചോദിച്ചു നോക്ക്, ഈ നോയമ്പ് എത്ര ഗൗരവത്തോടെ ഞാൻ എടുത്തു. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഗൗരവം കുറയാനായിട്ട് പാടില്ല, ഗൗരവം കൂടാനായിട്ട് പാടണം. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ വചനം വായിക്കുവാനും കൂടുതൽ നിഷ്ഠയോടെ ജീവിക്കുവാനും ഉപവാസാദികളിൽ താല്പര്യത്തോടെ പങ്കുപറ്റുവാനും നമ്മുടെ ശരീരത്തെ ഹനിച്ച് ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തിൽ ജീവിക്കുവാനും കൃപയാചിക്കാം. ഈ രണ്ടാമത്തെ ഞായറാഴ്ച വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. യേശുവിനെ തൊട്ട് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. ഇതാണ് വിഷയം. നമുക്കറിയാം, കുഷ്ഠം എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണ്. കുഷ്ഠരോഗികൾ ഒരിക്കൽ പോലും അവരുടെ ഭവനങ്ങളിലോ നാട്ടിലോ വീട്ടിലോ താമസിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. യേശുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കുഷ്ഠമാണെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ശ്മശാനങ്ങളിൽ താമസിക്കണം. ഭക്ഷിക്കുവാനില്ലാതെ, വസ്ത്രമില്ലാതെ, മരുന്നില്ലാതെ, ആരുടെയും കരുതലില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവനായി, അവഗണിക്കപ്പെട്ടവനായി, എല്ലാവർക്കും ഒരു നിന്ദ്യപാത്രമായി ജീവിക്കേണ്ടവനാണ്. കുഷ്ഠത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, കുഷ്ഠമാണെങ്കിൽ അത് ശരീരഭാഗങ്ങളിൽ അല്പം പോലും സ്പർശനം അറിയപ്പെടത്തില്ല. നാം സൂചി കൊണ്ട് കുത്തി നോക്കിയാൽ പോലും ആ ഭാഗത്ത് സ്പർശനം ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമതായിട്ട്, ഇത് നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളിൽ പടരുന്നതാണ്. നമ്മുടെ ശരീരത്തിലേക്ക്, വിവിധ ശരീരങ്ങളിലേക്ക് പടരുന്നതോടൊപ്പം മാത്രമല്ല, നമ്മുടെ ശരീരം വികൃതമാകും, പ്രാകൃതമാകും. നമ്മുടെ കൈവിരലിലൊക്കെ ഇറന്നു പോകും, മുഖമൊക്കെ ഇറന്ന് വികൃതമാകും, മുഖത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുഴികളൊക്കെ ഉണ്ടാകും. മൂന്നാമതായിട്ട്, ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. ഇവിടെ എന്താണ് ഈ കുഷ്ഠരോഗം വഴി കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, എവ്രി വൺ ഈസ് എ ലെപ്പർ. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കുഷ്ഠരോഗികളാണ്. നമുക്കൊരു പക്ഷേ ചിരി തോന്നും, ചിരി വരും. ഞാൻ എൻ്റെ കുഷ്ഠരോഗിയാണോ? കൈയും കാലും ഒക്കെ പരിശോധിച്ച് നോക്കും, എനിക്ക് കുഷ്ഠമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്കറിയാം, ശരീരത്തിന് മാത്രമേ കുഷ്ഠമില്ലാത്തതായിട്ടുള്ളൂ. നമ്മുടെ മനസ്സും ആത്മാവും കുഷ്ഠം നിറഞ്ഞതാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ പറയും, നീതിമാനായി ഒരുവൻ പോലുമില്ല, എല്ലാവരും ഒന്നടങ്കം പാപത്തിൽപ്പെട്ടിരിക്കുന്നു. ഇവിടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാപമാകുന്ന ഈ കുഷ്ഠത്തെക്കുറിച്ചാണ്. നമ്മുടെ ആത്മാവിന് കുഷ്ഠമാണ്, നമ്മുടെ ശരീരത്തിന് കുഷ്ഠമാണ്. എന്തെല്ലാം പാപത്തിൻ്റെ ചിന്തകളാണ് നമുക്കുള്ളത്. അഹങ്കാരം, സ്വാർത്ഥത, നിഗളം, കോപം, വ്യർത്ഥ ചിന്തകൾ, അസൂയ, കുശുമ്പ്, ഏഷണി, പരദൂഷണം, ദുഷ്ടത, അധാർമികത, അഹങ്കാരം, അങ്ങനെ നീണ്ടുപോകും. പ്രിയ സഹോദരങ്ങളെ, ദുഷ്ടചിന്തകൾ, ദുഷ്ടവാക്കുകൾ, ദുഷ്ടപ്രവർത്തികൾ, 1-ാം പ്രമാണത്തിനും 6-ാം പ്രമാണത്തിനും എതിരായുള്ള 9-ാം പ്രമാണത്തിനൊക്കെ എതിരായിട്ടുള്ള എന്തെല്ലാം ചിന്തകൾ, എന്തെല്ലാം വാക്കുകൾ, എന്തെല്ലാം പ്രവർത്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധി നഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ ഈ കുഷ്ഠത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, നമുക്ക് യാതൊരുവിധ സ്പർശനവും അറിയത്തില്ല. പാപം ചെയ്യുന്നവൻ പിന്നെയും പാപം ചെയ്യുകയാണ്. പാപബോധമില്ല. മദർ തെരേസ പറഞ്ഞ ഏറ്റവും വലിയ സത്യം ഇതാണ്, ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പാപം പാപബോധമില്ല എന്നുള്ളതാണ്. കള്ളു കുടിക്കുന്നവൻ പിന്നെയും കള്ളു കുടിക്കുന്നു, കള്ളം പറയുന്നവൻ പിന്നെയും കള്ളം പറയുന്നു, മോഷ്ടിക്കുന്നവൻ പിന്നെയും മോഷ്ടിക്കുന്നു. അങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. എൻ്റെ പിഴയടിക്കുവാനായിട്ട് ഒരു സന്നദ്ധതയില്ല. ഈ പാപത്തിൻ്റെ പ്രത്യേകത കുഷ്ഠം പോലെ തന്നെ പാപബോധമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ മുഴുവൻ താറുമാറാക്കും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും,
കുടുംബജീവിതത്തിൻ്റെ എല്ലാവിധമായ സന്തോഷവും നഷ്ടപ്പെടും. നാം മ്ലാനവതരാകും, ഭയവിഹുലരാകും, സ്വസ്ഥത നഷ്ടപ്പെടും. നമുക്ക് തീരാ രോഗങ്ങളൊക്കെ ഉണ്ടാകും. പ്രഷർ വർദ്ധിക്കും, കൊളസ്ട്രോൾ വർദ്ധിക്കും, ജീവിതം മുഴുവൻ താറുമാറാകും. തീർന്നില്ല. ഈ പാപത്തിൻ്റെ വേറൊരു വലിയ പ്രത്യേകതയാണ്, നമ്മൾ നശിക്കുക മാത്രമല്ല, ഈ പാപം മറ്റുള്ളവരിലേക്ക് വഹിക്കും. പാപത്തിന് എപ്പോഴും കൂട്ടുവേണം. കള്ളു കുടിക്കണമെങ്കിൽ കൂട്ടുവേണം, ചീട്ട് കളിക്കണമെങ്കിൽ കൂട്ടുവേണം, മറ്റേത് പാപം ചെയ്യണമെങ്കിലും കൂട്ടുവേണം. അപ്പോൾ നമ്മൾ കൂട്ട് കണ്ടുപിടുത്താൻ സാധിക്കും. നമ്മൾ നശിക്കുന്നു, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ നശിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ഒരു പാപബോധം എനിക്ക് ആവശ്യം. ഈ കുഷ്ഠരോഗി മനസ്സിലാക്കി, ഞാൻ കുഷ്ഠരോഗിയാണ്, ഞാൻ അവൻ സമ്മതിച്ചു. ഇതുപോലെ എനിക്ക് എന്നോട് പറയണം, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്. കുഷ്ഠരോഗി മനസ്സിലാക്കി തന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ഒറ്റയാളെ ഈ ലോകത്തിലുള്ളൂ, ദൈവത്തിൻ്റെ പുത്രൻ നസറേനായ യേശു. അവൻ ചുറ്റി നടന്ന് നന്മകൾ ചെയ്ത് ജീവിച്ചു. അവൻ കുരുടന് കാഴ്ച കൊടുത്തു, ചെറുകിന് കേൾവി കൊടുത്തു. ഇത് ശ്മശാനത്തിൽ കിടന്നവൻ അറിഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൻ യേശു വരുന്ന വഴിയും യേശു വരുന്ന പ്രദേശമെല്ലാം കണ്ടുപിടിച്ച് യേശുവിന് മുൻപിൽ ചെന്ന് താണു വീണ് നമസ്കരിച്ച് അവൻ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയമ്പ് കാലത്ത് തമ്പുരാന്റെ മുൻപിൽ പോയി മുട്ടുകുത്തുവാൻ, കമന്നു വീഴുവാൻ, അവനോട് കെഞ്ചി കേഴുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മഹാപാപിയായ എന്നോട് കരുണയായിരിക്കണമെന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. അത്രമാത്രം വിനയപ്പെടുവാൻ എനിക്ക് സാധിക്കണം. ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുവാൻ എനിക്ക് സാധിക്കണം. മനുഷ്യന്റെ പാപത്തിന്റെ പ്രത്യേകത, അവൻ ന്യായീകരിക്കുന്നവനാ. ഒരിക്കലും അവൻ ഏറ്റുപറയത്തില്ല ഞാൻ പാപിയാണെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പാപത്തിൽ ആദാം ഹവ്വയെ കുറ്റപ്പെടുത്തി, ഹവ്വ പാമ്പിനെ കുറ്റപ്പെടുത്തി. ഒരിക്കലും അവർ ഏറ്റുപറഞ്ഞില്ല ഞാൻ പാപം ചെയ്തു എന്ന്. ഇത് തന്നെ ഇന്നും ആദത്തിന്റെ മക്കളായി നമ്മൾ ആവർത്തിക്കുന്നു. ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ ന്യായീകരണങ്ങളും നീതീകരണങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് സ്വയം ആശ്വസിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ നിസ്സാരമായ പാപം ചെയ്യുമ്പോൾ പോലും എൻ്റെ പിഴയടിച്ച് തമ്പുരാന്റെ മുമ്പിൽ പോയി കരുണയ്ക്കായി യാചിക്കുവാൻ സാധിക്കണം. യേശു അവനെ തൊട്ടു. നോക്കിക്കേ, പാപബോധമുണ്ടായപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാൻ അവന് സാധിച്ചു. യേശു എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി. ഇവൻ കുഷ്ഠരോഗിയാണെന്ന യാഥാർത്ഥ്യം പോലും മറന്നു. അവനെ തൊട്ടു. താൻ അശുദ്ധനാകുമെന്ന് അറിയാമായിരുന്നിട്ടും പക്ഷേ പരിശുദ്ധനായവനെ അശുദ്ധനാക്കാൻ ആർക്ക് കഴിയും? അവനെ തൊട്ടു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക, നീ പോയി നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. സഭയിലേക്ക് നാം അടുത്തു വരണം. തമ്പുരാന്റെ മുമ്പിൽ നാം അമർന്നു വീഴണം. എൻ്റെ പിഴയടിക്കുവാൻ എനിക്ക് സാധിക്കണം. യേശു തമ്പുരാൻ എന്തോ ഒരു വലിയ കരുണ നമ്മളോട് കാണിക്കും. സഭയിലെ ഏറ്റവും വലിയ കരുണയുടെ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കണ്ണുനീരോടുകൂടി നാം തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കുമെങ്കിൽ തമ്പുരാൻ നമ്മോട് പറയും, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. എല്ലാ പാപവും പൊറുക്കുവാനുള്ള അധികാരം ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. സഭയുടെ സന്നിധാനത്തിൽ പോയി ഈ പിഴ പറയുവാനായിട്ട് ഈ നൊയമ്പ് കാലം നമുക്ക് ഇടവരുത്തട്ടെ. പശ്ചാത്തപിക്കുവാൻ, അനുദപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി ഒരു വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാനുള്ള കൃപ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന്റെ കുഷ്ഠം പ്രാപിച്ചവനായി മനുഷ്യൻ പൂർണ്ണസുഖം പ്രാപിച്ചതുപോലെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും കുഷ്ഠമുള്ള നമുക്ക് നമ്മുടെ എല്ലാ പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എന്നെ നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.